മക്കളെ നമ്മൾ നമ്മുടെ 6th ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ 5th ചാപ്റ്റർ പഠിച്ച പോലെ തന്നെ ചെറിയ ചാപ്റ്ററാണ്, പക്ഷെ അത്ര സീരിയസ്നെസ് കൊടുക്കാതിരിക്കേണ്ട. കാരണം കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനൊക്കെ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസിൽ നിന്നാണ് ചോദിക്കുന്നത്. അത് NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിലുള്ള എക്സാമ്പിളുകളിൽ നിന്ന് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിവിഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ചാപ്റ്റർ ചെയ്ത പോലെ തന്നെ എൻ്റെ ഒപ്പം ചെയ്തു പോയി കഴിഞ്ഞാൽ ഇതിലെല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് തീർക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഇതിലുള്ള പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് 5 പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് ആണ്. എന്നാൽ ഈ 5 ഡെറിവേഷൻസ് എപ്പോഴും ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പല രീതിയിൽ റെയർ ആയിട്ടൊക്കെ ചോദിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ഡെറിവേഷൻ ഇൻഡ്യൂസ്ഡ് EMF ഓഫ് ആൻ AC ജനറേറ്ററിന്റെ ആണ്. എന്നാൽ അത് മാത്രം ചോദിക്കുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഓരോ വർഷം പല രീതികളിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഓഫ് ആൻ AC ജനറേറ്റർ ആണ് പൊതുവെ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ആയിട്ട് നമ്മളിവിടെ നോക്കേണ്ട ഡെറിവേഷൻ. അതിൽ ആദ്യം വരുന്ന ഡെറിവേഷൻ ഏതാണ്? മോഷണൽ EMF ആണ് അല്ലെ, E ഈക്വൽ ടു BLVയുടെ ഡെറിവേഷൻ ആണ്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് അല്ലെ. നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ LS ഈക്വൽ ടു μ0 n² A/L ഒരു ഡെറിവേഷൻ അല്ലെ. നിങ്ങൾ സ്മോൾ n വെച്ചും പഠിച്ചിട്ടുണ്ടാവും. ഞാൻ അതിന്റെ ജസ്റ്റ് ഒന്ന് ക്യാപിറ്റൽ n വെച്ച് എഴുതുന്നുള്ളൂ. അപ്പൊ LS ഈക്വൽ μ0 n² A/L ഡെറിവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിക്കുമ്പോൾ അവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഡെറിവേഷൻ ഉണ്ട്. MS ഈക്വൽ ടു μ0 n1 n2 A/L. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ സ്മോൾ n വെച്ച് പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ആ L ഒന്ന് മാറും, ക്യാപിറ്റൽ n സ്മോൾ n വരും. ഒന്ന് ഇക്വേഷൻ തിരിയാം. ഞാനിവിടെ ക്യാപിറ്റൽ N നമ്പർ ഓഫ് ടേൺസ് വെച്ചാണ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ സ്മോൾ n നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് വെച്ചിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇനി എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഇവിടെ നിന്ന് ചോദിച്ച് അടുത്ത കുറച്ചധികം തവണ ചോദിച്ചിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. എന്താണ്? U ഈക്വൽ ടു ½ Li². പിന്നെ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ഡെറിവേഷൻ എന്താണ്? ഒരു AC ജനറേറ്ററിന്റെ ഇൻഡ്യൂസ് EMF E ഈക്വൽ ടു E0 sin ωt എന്ന് പറയുന്ന ഡെറിവേഷൻ. ഇതാണ് ഇവിടുന്ന് പ്രധാനമായിട്ടും വരുന്ന ഡെറിവേഷൻ. എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ഡെറിവേഷൻ മാത്രം പഠിച്ചാൽ മതി എന്നല്ല, മോഷണൽ EMFഉം സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഒക്കെ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത്, അല്ലെ ഈയിടെ ആയിട്ട് കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ AC ജനറേറ്ററിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അധികം സമയം വൈകിക്കാതെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലെ. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാലും അവിടെ EMF ഇൻഡ്യൂസ് ആവും. അതിലാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. അതിൽ ഫാരഡേ പറഞ്ഞത് എന്താണ്? ആ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചാണ് അല്ലെ. ആ മാഗ്നിറ്റ്യൂഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. നമ്മളിപ്പോൾ അതിന് ഇക്വേഷൻ ആക്കാൻ വേണ്ടി ഈക്വൽ ടു ഇടുന്നുള്ളൂ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എന്തിനോട് ഈക്വൽ ആണ്? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനോട് ഈക്വൽ ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് അറിയാൻ വേണ്ടി ഞാൻ അവിടെ എന്ത് കൊടുത്തു? 5B എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലെ. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ n വരും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് റേറ്റ് ഓഫ് ചേഞ്ചോ മാഗ്നറ്റിക് ഫ്ലക്സിനോട് ഈക്വൽ ആണ് എന്നാണ് ആര് പറയുന്നത്? ഫാരഡേസ് ലോ പറയുന്നത്. ഇനി അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതിന്റെ ഒപ്പം തന്നെ അല്ലെ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് 1 മാർക്കിന് ചോദിച്ചു കാണാറുള്ള ചോദ്യമാണ് എന്ത്? ലെൻസസ് ലോ. ലെൻസസ് ലോ പറയുന്നത് ഈ ഇൻഡ്യൂസ് EMFന്റെ എന്തിനെ കുറിച്ചാണ്? ഡയറക്ഷനെ കുറിച്ചാണ്. അതായത് ലെൻസസ് ലോ പറയുന്നത് ഇങ്ങനെയാണ്: എപ്പോഴാണ് ഇൻഡ്യൂസ് EMF ഉണ്ടാവുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലേ. എന്നാൽ ആ ഇൻഡ്യൂസ് EMF ഉണ്ടല്ലോ, ആ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുമ്പോഴാണ് അല്ലെ. എങ്കിൽ ആ ഇൻഡ്യൂസ്ഡ് EMF മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിന് എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായത് മാഗ്നറ്റിക് ഫ്ലക്സ് കൂടിയിട്ടാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ചേഞ്ച് അല്ലേ. അപ്പൊ കൂടാം കുറയാം എന്ത് വേണമെങ്കിൽ സംഭവിക്കാം അല്ലെ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ആയിട്ടാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യും എന്നറിയോ? ആ മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ഇൻക്രീസ് അല്ലേ ആയത്. അപ്പൊ ഒപ്പോസ് ചെയ്യാന്ന് പറയുമ്പോൾ ഡിക്രീസ് ചെയ്യാൻ, കുറയ്ക്കാൻ നോക്കും. അങ്ങനെയാണ് ഒപ്പോസ് ചെയ്യുക. അതേപോലെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്തിട്ടാണെന്ന് വിചാരിക്കും. കുറഞ്ഞിട്ടാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എന്താ ചെയ്യുക? മാഗ്നറ്റിക് ഫ്ലക്സിനെ കൂട്ടാൻ നോക്കും. അപ്പൊ എന്താണോ മാഗ്നറ്റിക് ഫ്ലക്സിന് ഉണ്ടാവുന്ന ചേഞ്ച് അതിനെ ഒപ്പോസ് ചെയ്യാൻ ആര് ശ്രമിക്കും? ഇൻഡ്യൂസ്ഡ് EMF ശ്രമിക്കും എന്നാണ് ലെൻസസ് ലോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് EMFഉം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സും ഓപ്പോസിറ്റ് ആണ്. ഒരു മൈനസ് വന്നാൽ മതി. ഇതാണ് നമ്മുടെ കംപ്ലീറ്റഡ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ മക്കളെ? നമുക്ക് അറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പോളാരിറ്റി ഓഫ് ഇൻഡ്യൂസ് EMF ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് ഗിവൺ ബൈ. പോളാരിറ്റി മീൻസ് ഡയറക്ഷൻ അല്ലെ. ഇൻഡ്യൂസ് EMFന്റെ ഡയറക്ഷൻ പറയുന്ന ഏതാണ്? അല്ലെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ് EMFന്റെ ഡയറക്ഷൻ കിട്ടുന്നത് എന്തിൽ നിന്നാണ്? ലെൻസസ് ലോയിൽ നിന്നാണ്. സോ നമുക്കിവിടെ
ലെൻസസ് ലോ എന്ന് എഴുതാം. ഇനി ലെൻസസ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. മറക്കരുത്, ഒരുപാട് തവണ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻഡ്യൂസ് EMF എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇൻഡ്യൂസ് EMF പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിനെ കുറിച്ചാണ്. ഇനി നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ റോങ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ 4 ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ. നോക്കാം. ഫസ്റ്റ് വൺ നോക്കാട്ടോ. വോൾട്ട് ഈക്വൽ ടു വെബർ പെർ സെക്കൻഡ്. നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ ഒരു പരിപാടി ചെയ്യാം. അവർ തന്നിരിക്കുന്ന വെച്ച് നമുക്ക് ഇക്വേഷൻ ആക്കാൻ നോക്കാം. തന്നിരിക്കുന്ന യൂണിറ്റ് അല്ലേ, അത് നമുക്ക് അതിന് ഇക്വേഷൻ എഴുതി നോക്കിയാൽ പോരെ. ചെയ്യാം. വോൾട്ട് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ആയിരിക്കുമല്ലോ. വെബർ മീൻസ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് വെബർ. ഫ്ലക്സ് പെർ സെക്കൻഡ് അല്ലേ, അപ്പൊ 5/T അല്ലെ. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ അവിടെ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ എഴുതിയോളൂ അല്ലെ. E=d∅/dt. അപ്പൊ അങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ആ യൂണിറ്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് എത്തപ്പോ കറക്റ്റ് ആണല്ലേ, റോങ് അല്ല. അടുത്തത് വെബർ ഈക്വൽ ടു ഹെൻറി ഇൻറ്റു ആംബിയർ. ചെക്ക് ചെയ്യാലോ നമുക്ക് അല്ലെ. അപ്പൊ വെബർ എന്താണ്? ഫ്ലക്സ് ആണ്. ഹെൻറി അല്ലെ, ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. സെൽഫ് ഇൻഡക്റ്റൻസ് ആണെങ്കിലും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണെങ്കിലും ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. അപ്പൊ നമുക്ക് എല്ലാം കൊടുക്കാം. ഓക്കെ അല്ലേ. ഇനി ആംബിയർ അല്ലേ. ആംബിയർ എന്ന് പറയുമ്പോൾ ആരുടെ യൂണിറ്റ് ആണ്? കറണ്ടിന്റെ യൂണിറ്റ് ആണ് അല്ലേ, I. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ, ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. Φ=Li. അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഇതും കറക്റ്റ് ഓപ്ഷൻ ആണ്. അടുത്തത് തേർഡ് വൺ എന്താണ്? ജൂൾ ഈക്വൽ ടു ആണ്. അപ്പൊ ജൂൾ ഈക്വൽ ടു അവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഹെൻറി ഇൻറ്റു ആംബിയർ സ്ക്വയർ. ജൂൾ ഈക്വൽ ഹെൻറി ഇൻറ്റു ആംബിയർ സ്ക്വയർ അല്ലേ. ജൂൾ എന്ന് പറയുമ്പോൾ എനർജി ആണല്ലോ. എന്താ എനർജി നമുക്കറിയില്ല, ജസ്റ്റ് എനർജി എഴുതി നോക്കാം. ഹെൻറി എന്താ? ഇൻഡക്റ്റൻസ് ആണ്. സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താ വേണമെങ്കിലും ആവാം അല്ലെ. അപ്പൊ ഹെൻറിയിൽ നമ്മൾ എല്ലാം എഴുതി. ആംബിയർ സ്ക്വയർ കറണ്ടിന്റെ സ്ക്വയർ Li സ്ക്വയർ കണ്ടുപരിച്ചുണ്ടാവും അല്ലെ. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ½ Li സ്ക്വയർ. ഹാഫിന് യൂണിറ്റ് അല്ലല്ലോ. ഇതും കറക്റ്റാ. ഇനി എന്തായാലും റോങ് ഓപ്ഷൻ ആരാ? 4 ആയിരിക്കും. നോക്കാം. വോൾട്ട് ഈക്വൽ ടു വെബർ ഇൻറ്റു സെക്കൻഡ്. വോൾട്ട് V ആണ്, വെബർ ഫ്ലക്സ് ആണ്, T. V = 5 × T അല്ലെങ്കിൽ E = 5 × T. അങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടേ ഇല്ല. റോങ് ആണ്. അപ്പൊ ഇവിടെ റോങ് ഓപ്ഷൻ ആരാന്ന് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ റോങ് ഓപ്ഷൻ ആണ്. 4th ഓപ്ഷൻ ആണ് റോങ് ഓപ്ഷൻ. അപ്പൊ ഇങ്ങനത്തെ സാധനം നമ്മൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഏതാണോ കൂട്ടത്തിൽ വരാത്തത് നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് ഹൗ ഈസ് ഇറ്റ് മെഷേർഡ്? അല്ലെ, എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് എടുത്താൽ ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും അല്ലെ. നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ ഏരിയ, ആ ഏരിയയിലൂടെ നോർമലായിട്ട് പാസ് ചെയ്ത് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ കൗണ്ട് അല്ലെ, നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നമ്മൾ എന്ത് വിളിക്കുക? മാഗ്നറ്റിക് ഫ്ലക്സ് വിളിക്കുക. ഞാൻ ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ത്രൂ എ ഗിവൺ ഏരിയ. ഇനി എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ? Φ=φb എന്ന് കൊടുക്കുക മാഗ്നറ്റിക് ഫ്ലക്സിന്. കാരണം നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സും പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ Φb എന്ന് കൊടുക്കുക. അപ്പൊ Φb = നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? B.A അല്ലെങ്കിൽ BA cos θ. B.ds ആണെങ്കിലും കറക്റ്റ് ആണ്ടാ. അപ്പൊ BDS cos θ നമുക്ക് എഴുതാം. അപ്പോ B.A അല്ലെങ്കിൽ BA cos θ. ഹൗ ഈസ് ഇറ്റ് മെഷേർഡ്? ഏത് യൂണിറ്റ് ഉപയോഗിച്ചാൽ മെഷർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇറ്റ് ഈസ് മെഷേർഡ് യൂസിങ് യൂണിറ്റ് ഏതാണ്? വെബർ. ഡിനോട്ട് ചെയ്യുന്നപ്പോഴും WB ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഏരിയയിലൂടെ നോർമലി പാസ് ചെയ്ത് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം, നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മോഷണൽ EMF? അല്ലെ, നമ്മൾ എന്താ പറഞ്ഞത്? എപ്പോഴാണ് ഇൻഡ്യൂസ് EMF ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു EMF ഉണ്ടാവുന്നത് എപ്പോഴാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് അല്ലെ. എന്നാൽ EMF induced in a conductor when it moves through a magnetic field. For example, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. വാട്ടെവർ, എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ആയിക്കോട്ടെ. ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒരു കണ്ടക്ടർ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഇൻഡ്യൂസ് EMF ഉണ്ടാവും അല്ലെ.
ഒരു കണ്ടക്ടറിന്റെ മൂവ്മെന്റ് കാരണമാണ് ഇൻഡ്യൂസ് ഇ എം എഫ് ഉണ്ടാവുന്നതെങ്കിൽ ആ ഇൻഡ്യൂസ് ഇ എം എഫിനെ വിളിച്ച പേരാണ് മോഷണൽ ഇ എം എഫ്. മറക്കരുത്, ഒരു കണ്ടക്ടറിന്റെ മൂവ്മെന്റ് കാരണം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന ഇൻഡ്യൂസ് ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് മോഷണൽ ഇ എം എഫ്. ആ പേര് തന്നെ ഉണ്ട് അല്ലെ, മോഷണൽ മൂവ്മെന്റ് കാരണം ഉണ്ടാവുന്ന ഇ എം എഫ് അല്ലെ. ഇ എം എഫ് പല രീതിയിൽ ഉണ്ടായിക്കൂടെ അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയും കുറയുന്ന കാരണം നമുക്ക് ഇ എം എഫ് ഉണ്ടാവും. എന്നാൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇ എം എഫ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ അതിനെന്താ വിളിക്കുക, മോഷണൽ ഇ എം എഫ്. നമ്മൾ അതിന്റെ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഡെറിവേഷന്റെ ഫിഗർ ആയിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ നല്ലത് അല്ലെ. ഇതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാതെ, എക്സ് പോലെ മാഗ്നറ്റിക് ഫീൽഡ് അതിന് ഇട്ട് കഴിഞ്ഞാൽ അതെന്താണ്, അത് പേപ്പറിന്റെ ഉള്ളിലേക്കാണ്, പ്ലെയിൻ്റെ ഉള്ളിലേക്കാണ് അർത്ഥം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഇവിടെ ഒരു കണ്ടക്ടർ എടുത്തു, ജസ്റ്റ് ഒരു ABCD എന്ന് പറയുന്ന കണ്ടക്ടർ. അതിൽ ഈ CD എന്ന് പറയുന്ന ഭാഗം മൂവബിൾ ആണ്. ഡെറിവേഷനിലൂടെ ഞാൻ ചെയ്യുന്നത്, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാണ്. CD എന്ന് പറയുന്നത് എൻ്റെ മൂവബിൾ ആണ്. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ആ CD എന്ന് പറയുന്നത് എൻ്റെ ഒന്നിങ്ങനെ മൂവ് ചെയ്തു. അപ്പൊ കണ്ടക്ടർ മൂവ് ചെയ്തല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയില്ലേ. അങ്ങനെ ഉണ്ടാവുന്ന ഇ എം എഫ്, അതായത് കണ്ടക്ടർ മൂവ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്ന ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് മോഷണൽ ഇ എം എഫ്. നമ്മൾ അതിന്റെ ഡെറിവേഷൻ പഠിച്ചതാണ്. E=BLV പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഡെറിവേഷൻ ചെയ്ത് പഠിക്കാട്ടോ. അപ്പൊ എന്താണ് മോഷണൽ ഇ എം എഫ് എന്ന് വെച്ചാൽ, ഒരു കണ്ടക്ടറിന്റെ മൂവ്മെന്റ് കാരണം ഉണ്ടാവുന്ന ഇൻഡ്യൂസ് ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് മോഷണൽ ഇ എം എഫ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നമ്മള് മോഷണൽ ഇ എം എഫുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെയാണ് നമ്മൾ കുറച്ച് അധികം ശ്രദ്ധിക്കേണ്ടത്. മോഷണൽ ഇ എം എഫുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോടാ. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാനുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എ റെക്ടാങ്കുലർ ലൂപ്പ് ABCD. കണ്ടോ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ABCD റെക്ടാങ്കുലർ ലൂപ്പാണ് അല്ലെ. ഈസ് മൂവിങ് ഇൻ ടു എ റീജിയൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റഡ് നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ്. ഈ ക്വസ്റ്റ്യൻ നല്ലോണം നോക്കുക കേട്ടോ. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ സാറ് നല്ല രീതിയിൽ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക. ഒരു റെക്ടാങ്കുലർ ലൂപ്പ് ABCD കാണാൻ പറ്റുന്നുണ്ട് അല്ലെ നമുക്ക്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, ഈസ് മൂവിങ് ഇൻ ടു എ റീജിയൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആ റെക്ടാങ്കുലർ ലൂപ്പ് ഉണ്ടല്ലോ, ഇവിടെ കാണുന്ന എക്സ് ഇട്ട് കുറെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ലേ, ഞാൻ പറഞ്ഞു തന്നു എന്താണ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻ ടു ദ പ്ലെയിൻ ആണ് കേട്ടോ. അതായത് ആ മാഗ്നറ്റിക് ഫീൽഡ് ആ പ്ലെയിൻ്റെ ഉള്ളിലേക്കാണ്. ഇനി എന്താണ് നമ്മൾ ചെയ്തത്, ഈ ABCD ഈസ് മൂവിങ് ഇൻ ടു എ റീജിയൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ABCD എന്ന് പറയുന്ന റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ലൂപ്പിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യിച്ചു. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ മൂവ് ചെയ്യിച്ചതിന് എന്താ സംഭവിക്കുക, ABCD എന്ന് പറയുന്നത് കണ്ടക്ടർ അല്ലേ അല്ലെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലേക്ക് നമ്മൾ മൂവ് ചെയ്യിച്ചില്ലേ. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടായില്ലേ അല്ലെ, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയില്ലേ. ഒരു കണ്ടക്ടർ മൂവ് ചെയ്തപ്പോ അല്ലേ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയത്. അപ്പൊ അവിടെ ആരുണ്ടാവും, മോഷണൽ ഇ എം എഫ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ അതല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അപ്പൊ ഇവിടെ ആരുണ്ടാവും, മോഷണൽ ഇ എം എഫ് ഉണ്ടാവും അല്ലെ. എന്നാൽ ക്വസ്റ്റ്യൻ എന്താ ചോദ്യം എന്നറിയോ, ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ ലൂപ്പ് യൂസിങ് ലെൻസസ് റൂൾ. ലെൻസസ് റൂൾ യൂസ് ചെയ്തിട്ട് ഈ ABCD എന്ന് പറയുന്ന ആ ലൂപ്പ് ഉണ്ടല്ലോ, അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. ശ്രദ്ധിച്ച് കേൾക്കുക, സാർ ഓരോ കാര്യം എടുത്തെടുത്ത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു നോക്കുക. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഒന്നാമത്തെ ഒരു കാര്യം മനസ്സിലായി, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഇൻ ടു ദ പ്ലെയിൻ ആണ്. രണ്ടാമത്തെ കാര്യം ഇതാണ് ABCD എന്ന് പറയുന്ന കണ്ടക്ടർ. ഓക്കെ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ, ABCD എന്ന് പറയുന്ന കണ്ടക്ടർ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോ അതിൻ്റെ ഉള്ളിൽ ആകെ വളരെ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ അതിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ എണ്ണം കൂടിയില്ലേ, മാഗ്നറ്റിക് ഫീൽഡ് എണ്ണം കൂടി അല്ലേ. ഒന്ന് ആലോചിച്ചാൽ മതി. കാരണം ABCD എന്ന് പറയുന്ന ഫ്രെയിം അല്ലേ, ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വളരെ കുറച്ചുള്ളൂ. കണ്ടത് ഇവിടെ ആകെ വളരെ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പൊ ABCDനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ കയ്യിലുള്ളൂ. എന്നാൽ ABCD നമ്മൾ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താൽ എന്താ പറ്റുക, കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് വരൂലേ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആയി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആലോചിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആയി എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആയാൽ നമുക്കറിയാം തേർഡ് സ്റ്റെപ്പ് അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഫോർത്ത് സ്റ്റെപ്പ് ലെൻസസ് ലോ എന്താ പറയുന്നത്, ലെൻസസ് ലോ പറയുന്നത്
അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ABCD എന്ന് പറയുന്ന കണ്ടക്ടർ ഉണ്ട്, ഞാൻ അതിനെ മൂവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പൊ ആ കണ്ടക്ടറിനെ വെച്ച് നോക്കും, നമ്മൾ കണ്ടക്ടറിനെ വെച്ചല്ലേ നമ്മൾ പറയുന്നത്. കണ്ടക്ടറിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആകെ വളരെ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ അല്ലേ. നമ്മൾ ഇനി എന്താ ചെയ്യാണ്ടി പോകുന്നത്? ആ കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക് മൂവ് ചെയ്യിക്കാണ്ടി പോകുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? കണ്ടക്ടറിന്റെ ഉള്ളിൽ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് വന്നു, ഈ സെക്കൻഡ് ഫിഗർ പോലെ അല്ലേ. അപ്പൊ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്, ഇപ്പൊ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ആയി. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയില്ലേ. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയാൽ തേർഡ് സ്റ്റെപ്പിൽ ആരുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. എന്നാൽ ലെൻസസ് ലോ പറയുന്നത് എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും അല്ലെ. ഇവിടെ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് ഉണ്ടായത് അല്ലെ? നമുക്കറിയാം കുറച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് അല്ലെ ആ ലൂപ്പിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ എമൗണ്ട് കൂടിയില്ലേ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF എന്താ ചെയ്യുക? കുറക്കാൻ നോക്കും. ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യാൻ നോക്കും? കുറക്കാൻ നോക്കും. അതായത് ഇനീഷ്യൽ കേസ്, ഇതാണ് ഇനീഷ്യൽ കേസ് അല്ലെ. വളരെ കുറച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് അതിൻ്റെ ഉള്ളിലുള്ളൂ. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്തപ്പോൾ അല്ലെ, കണ്ടക്ടറിനെ ഞാൻ ആ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക് മൂവ് ചെയ്തു, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തെന്ന് അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എമൗണ്ട് കൂടും കണ്ടക്ടറിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ എന്താ സംഭവിക്കുക? മാഗ്നറ്റിക് ഫീൽഡ് എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ് EMF എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് എമൗണ്ട് കുറക്കാൻ നോക്കും. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ് അല്ലെ. അപ്പോ ഇൻഡ്യൂസ് EMF എന്താ ചെയ്യാൻ അറിയോ? അതിനെ കുറക്കാൻ വേണ്ടി ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആക്കാൻ നോക്കും. എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അപ്പൊ ഇൻഡ്യൂസ് EMF ചെയ്യുക, ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഇൻ ടു ദ പ്ലെയിന് പകരം ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആക്കാൻ നോക്കും. ക്ലിയർ അല്ലേ? കാരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് എന്താണോ അതിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്ന. ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുകയല്ലേ ചെയ്തത്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിനെ കുറക്കണ്ടേ? അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ശരിക്കും അങ്ങോട്ടാണ്? പ്ലെയിൻ്റെ ഉള്ളിലേക്കാണ്. അതിനെ ഒപ്പോസ് ചെയ്യാന്ന് വെച്ചാൽ പ്ലെയിൻ്റെ ഓപ്പോസിറ്റ്, അതായത് കുറക്കാൻ നോക്കും. മാഗ്നറ്റിക് ഫ്ലക്സിനെ ഓപ്പോസിറ്റ് ആക്കാൻ നോക്കും. അപ്പോ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വീണ്ടും ആ സർക്യൂട്ട് വരക്കുന്നുണ്ട്. ABCD. ഓക്കെ അല്ലേ? നമുക്കറിയാം അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ അല്ലേ. ഇനി എന്താണ് ഇൻഡ്യൂസ് EMF ചെയ്യുക? ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ അപ്ലൈ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് കേൾ റൂൾ എന്നൊക്കെ പറയും. റൈറ്റ് ഹാൻഡ് കേൾ റൂൾ പറയുന്നത് ഇങ്ങനെയാണ്. ഈ കാണുന്ന 4 വിരലുകളുണ്ടല്ലോ, അതാണ് കറന്റിന്റെ ഡയറക്ഷൻ. റൈറ്റ് ഹാൻഡ് തമ്പാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പൊ ഒന്ന് ആലോചിക്കുക, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വേണ്ടത് എങ്ങോട്ടാണ്? ഇപ്പോ ഔട്ട് ഓഫ് ദ കോയിൽ അല്ലേ. അപ്പൊ ഞാൻ പേപ്പർ അല്ലെങ്കിൽ എന്റെ പ്ലെയിനിന്റെ ഉള്ളിലേക്കല്ല ഞാൻ തമ്പ് പിടിക്കേണ്ടത്, പുറത്തേക്ക് പിടിക്കുക. എന്നാൽ ഔട്ട് ഓഫ് ദ കോയിൽ ആവുമ്പോൾ എങ്ങനെ പറ്റും എന്ന് കിട്ടുള്ളൂ. ഞാൻ ഔട്ട് ഓഫ് ദ കോയിൽ തമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിരലുകൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ബാക്കിയുള്ള വിരലുകൾ കറങ്ങുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കൺഫ്യൂഷൻ വരാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കിയാൽ മതി. കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ഒരു കോയിലാണ്. ഈ റെക്റ്റാങ്കുലർ ഷേപ്പുള്ള കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക് കയറാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എമൗണ്ട് കൂടി. ഇൻഡ്യൂസ് EMF എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് എമൗണ്ട് കുറക്കണം. മാഗ്നറ്റിക് ഫീൽഡ് എമൗണ്ട് കുറക്കണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസ് ചെയ്യണം. എങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്? പ്ലെയിനിന്റെ ഉള്ളിലേക്കാണ്. അപ്പൊ പ്ലെയിന്റെ പുറത്തേക്ക് കൊണ്ടുവന്നാലേ ഒപ്പോസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്ലെയിന്റെ പുറത്തേക്കാണെങ്കിൽ കറണ്ട് എങ്ങോട്ടാണെന്നല്ല നമുക്ക് അറിയേണ്ടത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത് ഇങ്ങനെയാണ്. തമ്പ് അല്ലെ, നിങ്ങൾ എന്തിന്റെ ഡയറക്ഷനിൽ പിടിക്കുക? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ പിടിക്കുക. അപ്പോ ഞാൻ ഉള്ളിലേക്ക് പിടിച്ചാൽ എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണെങ്കിലുള്ള കറണ്ട് കിട്ടുള്ളൂ. പക്ഷെ എനിക്കിപ്പോ വേണ്ടത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ കോയിൽ, ഔട്ട് ഓഫ് ദ പ്ലെയിൻ അല്ല വേണ്ടത്. അപ്പൊ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഞാൻ പുറത്തേക്ക് പിടിച്ചു. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എന്റെ 4 വിരലുകളും കറങ്ങുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഒരു കാര്യം മനസ്സിലായി? അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ് EMF ഇല്ലേ, കറണ്ടിനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാക്കാൻ നോക്കും അല്ലേ. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇവിടെ നിന്ന് തിരിച്ചല്ലേ. അപ്പൊ എങ്ങനെയാ വരിക? BADC എന്ന് പറയുന്ന ഡയറക്ഷനിൽ വരൂലേ. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഇവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF അല്ലെ, പ്ലെയിൻ്റെ ഉള്ളിലേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി പ്ലെയിൻ്റെ ഔട്ടിലേക്ക് ആക്കാൻ നോക്കും. അതിനുവേണ്ടി നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കിട്ടും. When an electric appliance is switched off, sparking occurs. അല്ലെ, ചില സമയങ്ങളിൽ നമ്മൾ കാണാറുണ്ട് സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്യുന്ന സമയത്ത് സ്പാർക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കളെ സെൽഫ് ഇൻഡക്ഷൻ.
അല്ലെ? എപ്പോഴാണ് സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവുന്നത്? ഒരു കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതേ കോയിലിൽ തന്നെ ഇൻഡ്യൂസ് EMF ഉണ്ടാവുന്നത് നമ്മൾ എന്ത് വിളിക്കുക? സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുക, അല്ലെ? അപ്പൊ എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ? ഒരു കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ആകുമ്പോൾ മറ്റൊരു കോയിൽ, അല്ലെ? അതെ, നോക്കൂ ഇതാ, ഇതൊരു കോയിൽ. ഈ കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ആകുമ്പോൾ സെയിം കോയിലിൽ തന്നെയാണ് EMF ഉണ്ടാവുന്നതെങ്കിൽ എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ. അതേപോലെ ഈ കോയിലിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ കോയിലാണ്, തൊട്ടടുത്തുള്ള കോയിലാണെങ്കിൽ മ്യൂച്വലി ആണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ് വിളിച്ചത്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? എപ്പോഴാണ് EMF ഇൻഡ്യൂസ് ആവുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുമ്പോ അല്ലേ? നമുക്കറിയാം, സ്വിച്ച് ഓഫ് ചെയ്തു. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അവിടെ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഓഫ് ആവുമല്ലേ? അല്ലെ? ഇലക്ട്രിക് കറണ്ട് ഓഫ് ആവുമല്ലേ? അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവൂലേ? അല്ലെ? കാരണം നമുക്കറിയാം ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിക് കറണ്ട് ഓഫ് ആക്കിയാൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആയി. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവുമ്പോൾ അവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കൂലേ? അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഡ്യൂസ് EMF ഉണ്ടാവൂലേ? അല്ലെ? ഇൻഡ്യൂസ് EMF ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ ചെറിയ ഇൻഡ്യൂസ് EMF ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തുണ്ടാവും? ചെറിയ സ്പാർക്കിംഗ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് അപ്ലയൻസ് ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സ്പാർക്കിംഗ് ഉണ്ടാവുന്നത്? ഓഫ് കോഴ്സ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ അല്ലെങ്കിൽ ആ ഇലക്ട്രിക് അപ്ലയൻസ് ഓഫ് ചെയ്യുമ്പോൾ അവിടുത്തെ കറണ്ട് ഓഫ് ആവണം, അല്ലെ? ഇലക്ട്രിക് കറണ്ട് നിൽക്കുകയാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവണല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആയാൽ, അല്ലെ, നമ്മൾ ഫാരഡേസ് ലോയിൽ പഠിച്ച പോലെ തന്നെ ഇൻഡ്യൂസ് EMF ഉണ്ടാവും. ആ ഉണ്ടാവുന്ന ഇൻഡ്യൂസ് EMF കാരണമാണ് അവിടെ സ്പാർക്കിംഗ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ മക്കളെ? അടുത്തത് നെയിം ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഡിപ്പെൻഡ്. ഇൻഡക്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇൻഡക്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതിന് നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ഏതാ? ഇൻഡക്റ്റൻസ് വെച്ചാൽ സെൽഫ് ഇൻഡക്റ്റൻസിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട ഉദ്ദേശിക്കുന്നത് സെൽഫ് ഇൻഡക്റ്റൻസിനെയാണ്. അപ്പോൾ μ0 n²A/L നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്? സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതിലെ ഓരോ ടേം നോക്കിയാൽ മതി, അല്ലേ? n എന്താണ്? നമ്പർ ഓഫ് ടേൺസ്. A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. പിന്നെ L ലെങ്ത്. ഒരാളും കൂടി ഉണ്ട്, μ0 എന്താണ്? പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി ഫ്രീ സ്പേസ് ആണ്. പെർമിയബിലിറ്റിനെ മൊത്തത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് പെർമിയബിലിറ്റി മൊത്തത്തിൽ എഴുതിയത് കേട്ടോ. അപ്പോൾ ഇൻഡക്റ്റൻസ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ പെർമിയബിലിറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ്, റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ പ്ലസ് 1 പഠിച്ചിട്ടുണ്ടല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? എന്നാൽ ഇലക്ട്രിക്കൽ അനലോഗ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ് മറക്കരുത്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. ഇൻഡക്റ്റൻസ് ആണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു സെന്റൻസിൽ വരുന്നതാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. ഇലക്ട്രിക് അനലോഗ് ഓഫ് മാസ് അതെങ്ങനെയാണെന്നും കൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമുക്കറിയാം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½mv². എന്നാൽ ഒരു ഇൻഡക്ടറിന്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½Li², അല്ലേ? അപ്പൊ ഇത് രണ്ടും സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ, എല്ലിന് പകരമാണ് ആര് വരുന്നത്? എം വരുന്നത്. അപ്പോൾ മാസിന്റെ ഇലക്ട്രിക്കൽ അനലോഗ് ആണ് L, സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ്. ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇൻഡക്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പലരും യൂണിറ്റ് എഴുതാറില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസ് ആയിക്കോട്ടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയിക്കോട്ടെ, യൂണിറ്റ് ഹെൻറി ആണ്. H വെച്ചാൽ നമ്മൾ ഡിനോട്ട് ചെയ്യാം. മറക്കരുത്, സെൽഫ് ഇൻഡക്റ്റൻസ് ആണെങ്കിലും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണെങ്കിലും അതിന്റെ യൂണിറ്റ് എന്താണ്? ഹെൻറി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഡിഫൈൻ സെൽഫ് ഇൻഡക്റ്റൻസ്, ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന, അതായത് കുറെ പേരൊക്കെ തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞത്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ സെൽഫ് ഇൻഡക്ഷൻ എന്നല്ല, ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുമല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിഫൈൻ സെൽഫ് ഇൻഡക്റ്റൻസ് എന്നുമല്ല, സോറി ഇൻഡക്ഷൻ എന്നുമല്ല, അതേപോലെ ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നുമല്ല. ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക, മ്യൂച്വൽ ഇൻഡക്റ്റൻസും സെൽഫ് ഇൻഡക്റ്റൻസും ചോദിക്കണം. അതായത് മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും അല്ല. അപ്പൊ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാമായിരുന്നു അല്ലേ? ഒരു കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ആയാൽ അതേ കോയിലിൽ തന്നെ EMF ഉണ്ടാവുന്നതാണ് സെൽഫ് ഇൻഡക്ഷൻ. ഒരു കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ആയാൽ തൊട്ടടുത്തുള്ള കോയിലിൽ EMF ഇൻഡ്യൂസ്ഡ് ആവുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ ഇൻഡക്റ്റൻസ് അല്ലേ? ശ്രദ്ധിച്ചോളൂ, സെൽഫ് ഇൻഡക്റ്റൻസ് വെച്ചാൽ എല്ലാം.
മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വെച്ചാൽ എം ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഫൈ ഈക്വൽ ടു എൽ ഐ അല്ലെ, ഫൈ ഈക്വൽ ടു എൽ ഐ. ഇവിടെ ഐന്റെ വാല്യൂ 1 ആംപിയർ ആണെങ്കിൽ എന്താ പറ്റുക, ഫൈ ഈക്വൽ ടു എൽ എന്ന് കിട്ടൂലേ. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. അതായത് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാഗ്നറ്റിക് ഫ്ലക്സിനോട് ഈക്വൽ ആണ് വെൻ കറണ്ട് ത്രൂ ഇറ്റ് ഈസ് 1 ആംപിയർ. കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് എന്തിനോട് ഈക്വൽ ആണ്, മാഗ്നറ്റിക് ഫ്ലക്സിനോട് ഈക്വൽ ആണ്. എങ്കിൽ എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, ഫൈ ഈക്വൽ ടു എം ഐ. ഐ ഈക്വൽ ടു 1 ആംപിയർ ആണെങ്കിൽ ഫൈ ഈക്വൽ ടു എം അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് വെൻ കറന്റ് ഈസ് 1 ആംപിയർ. ഇതാണ് ഡെഫിനിഷൻ, മറക്കരുത് കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് numerically equal to magnetic flux when current is 1 ampere and mutual inductance is numerically equal to magnetic flux when current is 1 ampere. Clear അല്ലേ മക്കളെ? അപ്പോൾ ശ്രദ്ധിക്കണോടാ ക്വസ്റ്റ്യൻ. Write the expression for energy stored in an inductor. അല്ലെ, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഞാൻ ആ ഡെറിവേഷന്റെ ഭാഗം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് അല്ലെ, U equal to half Li square. ഡെറിവേഷൻ ഉള്ളതാണ്. ഓക്കെ അല്ലേ. ഇനി സ്റ്റേറ്റ് എ സി ജനറേറ്റർ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ സി ജനറേറ്റർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ എ സി ജനറേറ്ററിന്റെ മെയിൻ പാർട്സും അതേപോലെ തന്നെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡ്യൂസ്ഡ് EMF പഠിക്കണം. ഇവിടെ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്, സ്റ്റേറ്റ് എ സി ജനറേറ്റർ പ്രിൻസിപ്പിൾ അല്ലേ. എ സി ജനറേറ്റർ പ്രിൻസിപ്പിൾ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. സ്റ്റേറ്റ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് എഴുതിയാൽ മതി അല്ലേ. എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവും, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഈ ഫിനോമിനെ വിളിച്ച പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതാണ് എ സി ജനറേറ്റർ വർക്കിംഗ് പ്രിൻസിപ്പൽ. ക്ലിയർ അല്ലേ മക്കളെ? ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ശ്രദ്ധിക്കുക. കാരണം റീസെന്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ എല്ലാം. അതുകൊണ്ട് നമ്മുടെ ട്രെൻഡ് മാറി എന്ന് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് ആണ്. അത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്ററിന്റെ ഉള്ളിൽ തന്നെ വരുന്ന എക്സാമ്പിൾസിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പുള്ള പബ്ലിക് എക്സാമിന് എന്തോ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് തന്നെ എടുത്തതാണ്. എന്നാൽ അത് NCERTയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് ഭാഗങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയോ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ magnetic energy stored in a solenoid. Magnetic energy stored in a solenoid കണ്ടുപിടിക്കുക. ഓക്കെ അല്ലെ. ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഏരിയ ലെങ്ത്. സിമ്പിൾ ആണ്. അതായത് ഡിറൈവ് ചെയ്യാനാണ്. പക്ഷെ ഡിറൈവ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഡെറിവേഷൻ തന്നെയാണ്. അതായത് നമുക്കറിയാം ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ, U equal to half Li square അല്ലേ. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ സോളിനോയിഡ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ. അപ്പൊ കൺഫ്യൂഷൻ വരണ്ട. ഈ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടറിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ സോളിനോയിഡ്. എന്നാ സാറേ എനിക്ക് ആ ഡെറിവേഷൻ ചെയ്താൽ പോരെ? പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ എല്ലാം എല്ലിന്റെ ടേമിലല്ല, ഐ ഉണ്ട്. എല്ലിന്റെയും ഐന്റെ ടേമിലല്ല. ഇതാ കണ്ട, മാഗ്നറ്റിക് ഫീൽഡ് ഏരിയ ലെങ്ത് ഇവരുടെ ടേമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എളുപ്പമാടാ. ഇതാ നോക്കിക്കോ. എനിക്കിവിടെ നിന്ന് അറിയാം L അല്ലെ. L കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, μ0 n² A/L ആണ് അല്ലെ. സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞ സ്മോൾ n വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. ഞാനിപ്പോ ക്യാപിറ്റൽ n വെച്ചാണ് കാണിക്കുന്നത്. അപ്പോ L കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ μ0 n² A/L ആണ്. ഇനി I ഉണ്ട് അല്ലെ. നമുക്കറിയാം സോളിനോഡ് അല്ലേ, ഇൻഡക്ടർ അല്ലേ, സോളിനോഡ് ആണ്. അപ്പൊ സോളിനോഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ B = μ0 ni എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ 4th ചാപ്റ്ററിൽ അല്ലെ, ഏതാണ്, ആംബിയർ സർക്യൂട്ടിലൂടെ ആപ്ലിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ സ്മോൾ n എന്താണ്, നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് അല്ലേ. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ എഴുതാണ്ടി പോവാ, B = μ0 സ്മോൾ n പകരം ക്യാപിറ്റൽ N/L എന്ന് എഴുതി. ഇവിടെ നിന്ന് ഐക്കുള്ള ഇക്വേഷൻ എന്താ പറയുക മക്കളെ, I = BL/μ0n. ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എളുപ്പമാണ്. അതായത് U = half Li square അല്ലേ നമ്മുടെ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. അതായത് മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ സോളിനോയിഡിന്റെ ഇക്വേഷൻ. അതിൽ ഞാൻ എന്ത് ചെയ്തു, L ന് പകരം μ0 n² A/L എടുത്തു. അതേപോലെ തന്നെ
ബിക്കല് μ0 ni ഏതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ് ഇക്വേഷൻ. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, I = BL/μ0 എന്നെടുത്ത് ഈ കാണുന്ന രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മുടെ U = ½ LI² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ ആയി. ചെയ്ത് നോക്കാല്ലേ. അപ്പൊ നമുക്ക് ഇതാ അപ്പൊ U = ½ LI². അപ്പൊ U = ½ L വരെ എന്താ ചെയ്യാ, μ0 n² A/L. I² ആണ്, അപ്പൊ ഐക്ക് പകരം BL/μ0 n² I² അല്ലേ. അപ്പൊ എന്താ ചെയ്യാ, ദാ U = അല്ലേ ½ μ0 n² A/L B² L² μ0² n². അതായത് ഐക്ക് എല്ലാവർക്കും സ്ക്വയർ ചെയ്തു. നമുക്ക് ആരൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും നോക്കാം അല്ലേ. ഇതാ n² n² ക്യാൻസൽ ആയിപ്പോയി, എല്ലും ഒരു സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി, പിന്നെ അതേപോലെ മ്യൂവും μ0² ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ഇനി ആരാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ U = അല്ലെ, ഇവിടെ ബാക്കിയുള്ളത് ഇതാ B² ഉണ്ട്, ഒരു A ഉണ്ട്, ഒരു L ഉണ്ട്, ബൈ 2μ0. ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനുള്ള ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? ഇവിടെ നോക്കിയേ, നമ്മൾ സെയിം U തന്നെയല്ലേ കണ്ടുപിടിച്ചത്. ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഏരിയ ഉണ്ട്, ലെങ്ത് ഉണ്ട്, ആർക്കും ഒരു പ്രശ്നവുമില്ല. ക്ലിയർ അല്ലേ? ഇതാണ് എന്ത്, മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ സോളിനോയിഡ് ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഏരിയ, ലെങ്ത്. ഓക്കെ ആണോ മക്കളെ? അപ്പോ ഡൗട്ട് ഇല്ലല്ലോ ഇതില്. അപ്പോ ഇത് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. പബ്ലിക് എക്സാമിന്, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം ഇങ്ങനെ തന്നെ എടുത്ത് കാണിച്ചു തന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 2024 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഇതിനെ 2024 മോഡൽ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ ബെറ്റർ NCERT ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ടു കോൺസെൻട്രിക് സർക്കുലാർ കോയിൽ C1 ആൻഡ് C2, രണ്ട് അല്ലെ കോൺസെൻട്രിക് ആയിട്ടുള്ള, അതായത് ഒരേപോലെയുള്ള രണ്ട് സർക്കുലാർ കോയിൽസ് ഉണ്ട്. അതായത് അങ്ങനെ ഗ്യാപ്പ് ഒന്ന് കറക്റ്റ് ഗ്യാപ്പിൽ തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. C1 ഉം C2, രണ്ട് സർക്കുലാർ കോയിൽ C1 C2. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ കണ്ടോ, ഇത് C1, ഇതവിടെ പുറത്ത് C2. ആണ് അവർ പറഞ്ഞിരിക്കുന്നത് റേഡിയസ് R1 ആൻഡ് R2. അപ്പൊ C1ന്റെ റേഡിയസ് R1 ഉം അതേപോലെ തന്നെ C2ന്റെ റേഡിയസ് R2. R1 സ്മോളർ ദാൻ R2, അതായത് R2 ആണ് വലുത്. കണ്ടോ, C2 അല്ലേ വലുത്. അപ്പൊ R2 ഗ്രേറ്റർ ദാൻ R1 തന്നിട്ടുണ്ട്. അത് കോആക്സിയലി ആസ് ഷോൺ ഇൻ ദ ഫിഗർ, അല്ലെ. കോആക്സിയലി എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഒരേ ആക്സിസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ ആക്സ് ആയിരിക്കില്ല സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്, മറ്റേ ആളുടെ ആക്സും സെയിം ആണ്. അപ്പൊ ഒരാളുടെ ഉള്ളിൽ കറക്റ്റ് മറ്റേ ആൾ വെക്കുമ്പോൾ രണ്ടുപേരും സെയിം ആക്സ് അല്ലേ. ഇതിനാണ് നമ്മൾ കോആക്സിയലി എന്ന് വിളിക്കുക. അപ്പൊ കോആക്സിയലി നമുക്കൊരു ഫിഗറിൽ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ്, C1 C2 എന്ന് പറയുന്ന രണ്ട് കോയിൽ, R1 R2 ആണ് അതിന്റെ റേഡിയസ്. ഓക്കെ ആണ്. അവർ തന്നിട്ടുണ്ട് വേറൊരു കാര്യം കൂടി, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഇവിടെ I2 ഉം അതേപോലെ തന്നെ ഇവിടെ I1 ഉം. സോറി, ഇവിടെ കറണ്ട് ഇല്ലല്ലോ. അപ്പോൾ I2 എന്ന് പറയുന്ന കറണ്ട് C2 പാസ് ചെയ്യുന്നുണ്ട്, I1 ഇല്ല കേട്ടോ, എനിക്ക് തെറ്റിപ്പോയാണ്. അപ്പോ ബാക്കി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇഫ് കറണ്ട് I2 ഈസ് പാസ്ഡ് ത്രൂ C2 നമ്മൾ I2 എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്താൽ ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽ. നമുക്കറിയാം പുറത്തുള്ള കോയിലല്ലേ C2 നമ്മൾ കറണ്ട് പാസ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും C1 എന്തുണ്ടാവും, ഇൻഡ്യൂസ് EMF ഉണ്ടാവും, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലേ. ഒരു കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ആയാൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആയാൽ മറ്റേ കോയിലും ഉണ്ടാവൂലേ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലേ. അപ്പൊ ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടായത് ആർക്കാണ്, അല്ലെ? കറണ്ട് കൊടുത്തത് C2, പുറത്തു കൂടെയാണ് കറണ്ട് പാസ് ചെയ്ത്, ഉള്ളിലുള്ള ആൾക്കല്ലേ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവുക. അപ്പൊ C1 ഉണ്ടായ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ മനസ്സിലാക്കി, അല്ലെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒന്നുകൂടി നോക്കുക. അതായത് C1 C2 എന്ന് പറയുന്ന രണ്ട് കോയിലുകളുണ്ട്, കോആക്സിലാണ്. അതായത് C1 ഉള്ളിലും C2 പുറത്തും. C2ന്റെ റേഡിയസ് R2 ആണ്, അതേപോലെ C1ന്റെ റേഡിയസ് R1 ആണ്. പണി നമുക്കിവിടെ വരക്കാം, കൺഫ്യൂഷൻ ആക്കണ്ട. ഇതാ ഇവിടെ പുറത്ത് C2 പാസ് ചെയ്യുന്ന കറണ്ട് I2. ഇനി ഉള്ളിൽ ആരുണ്ട്? C1 ഉണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് തന്നിരിക്കുന്നത്. C1ന്റെ റേഡിയസ് R1, C2ന്റെ റേഡിയസ് R2. നമുക്കറിയാം C2 കറണ്ട് പാസ് ചെയ്താൽ C1 EMF ഇൻഡ്യൂസ് ആവൂലേ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലേ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇക്വേഷനിലേക്ക് പോവാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് C1ന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് C1 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം C1ന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ M1 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് M1 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, ഇതാ phi equal to MI എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. phi equal to MI. അപ്പൊ ഇവിടെ നിന്ന് M is equal to phi by I എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ ഉപയോഗിച്ചാൽ എനിക്ക് അതിന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? ആരുടെ? ഫസ്റ്റ് കോയിലിന്റെ. അപ്പൊ M1 ഫസ്റ്റ് കോയിലാണ്ട് ഉള്ളിൽ, മറക്കരുത്. അപ്പൊ M1ന്റെ എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ phi by I ചെയ്താൽ പോരെ? phi എന്ന് വെച്ചാൽ എന്താ? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് അല്ലെ. മാഗ്നറ്റിക് ഫ്ലക്സ് ആർക്കാ കിട്ടുന്നത്? അതും ഫസ്റ്റ് കോയിൽ തന്നെയാണ്. കാരണം പുറത്തുള്ള കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ആളുടെ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ ചേഞ്ച് ആവണത്. മാഗ്നറ്റിക് ഫ്ലക്സ് അപ്പോൾ ഉള്ളിലത്തെ കോയിലിന്റെ ആണ്. ഏതാണ്? ഫസ്റ്റ് കോയിലാണ്. അപ്പൊ phi1 by I ആരാണ് കറണ്ട് കൊടുക്കുന്നത്? സെക്കൻഡ് കോയിലാണ്. അപ്പൊ I2 ആണ് കേട്ടോ. ഇത് കറക്റ്റ് ആക്കിക്കാൻ നിങ്ങൾക്ക് തെറ്റൂല. അപ്പൊ M = phi by I. അതിൽ M1 കൊടുക്കാനുള്ള കാരണം എന്താണ്? ഫസ്റ്റ് കോയിൽ, ഉള്ളിലുള്ള ഫസ്റ്റ് കോയിലാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് M1 എന്ന് കൊടുത്തത്. phi by I, phi മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുന്നത് ഫസ്റ്റ് കോയിലിനെയാണ്. കാരണം പുറത്തുള്ള കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അകത്തെ കോയിലല്ലേ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവണത്. അപ്പൊ അകത്തെ കോയിൽ ഫസ്റ്റ് കോയിൽ phi1. ക്ലിയർ അല്ലേ? ഇനി കറണ്ട് പാസ് ചെയ്യുന്ന പുറത്തത്തെ കോയിലിൽ കൂടെ അല്ലേ, അപ്പൊ I2. ക്ലിയർ ആണ് മക്കളെ? ഇനി നമുക്ക് phi1ഉം phi1 കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ചെയ്യാണ്ടി പോകുന്ന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇലക്ട്രിക് കറണ്ട് ഏതാണ്? I2 പാസസ് ത്രൂ C2 അല്ലേ. C2 I2 എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവൂലേ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. നമുക്കറിയാം സർക്കുലാർ കോയിൽ അല്ലേടാ. സർക്കുലാർ കോയിൽ ഏതാണ്? 4th ചാപ്റ്ററിൽ ബയോട്ട് സവാർട്ടിലൂടെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കുലാർ കോയിൽ. എന്നാൽ സർക്കുലാർ കോയിലെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. സർക്കുലാർ കോയിലെ ആക്സിയൽ ലൈനിൽ ഇതാണ് സംഭവം. ഒരു സർക്കുലാർ കോയിലിന്റെ ആക്സിയൽ ഉണ്ടാവുന്ന ഇങ്ങനത്തെ ഒരു ഡെറിവേഷൻ വെച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓർമ്മണ്ട? ബയോട്ട് സവാർട്ടിലൂടെ ആപ്ലിക്കേഷൻ. അവിടെ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? B = μ0 NiA² / 2 × R² + A² raised to 3/2. A എന്ന് വെച്ചാൽ അതിന്റെ റേഡിയസ് ആയിരുന്നു. ഓക്കെ അല്ലേ? ഇതാണ് R. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. പക്ഷെ ഇപ്പൊ നമുക്ക് വേറെ പോയിന്റ് അല്ല, നമുക്ക് സെന്ററിലല്ലേ വേണ്ടത്. അപ്പൊ നമ്മളവിടെ അറ്റ് സെന്ററിന്റെ ഇക്വേഷൻ പഠിച്ചിരുന്നതാണ്. ഏതാണെന്നറിയോ? μ0 Ni/2A. മറക്കരുത്, A റേഡിയസ് ആണ്. നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ μ0 Ni/2A ആണ്. കാരണം നമുക്ക് വേണ്ടത് പുറത്തുള്ള പോയിന്റിലല്ല, നമുക്ക് വേണ്ട സെന്ററിലാണ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നമ്മളിവിടെ ബിക്ക് വരെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? ബയോട്ട് സവാർട്ടിലൂടെ ആപ്ലിക്കേഷനല്ല, അറ്റ് സെന്ററിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ അവിടെ എഴുതുന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു C2 അല്ലെ. C2 കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവൂലേ. അതിലേക്ക് B2 എന്ന് എഴുതാല. അതെന്താണ്? μ0 Ni/2A അല്ലേ. μ0 Ni/2A ആണ് അല്ലേ. അപ്പൊ നമുക്കിവിടെ നോക്കിയേ, എന്നിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ് അല്ലേ. കാരണം ഇവിടെ ആകെ ഒരെണ്ണല്ലേ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്കിവിടെ μ0 I/2A എന്ന് എഴുതിക്കൂടെ അല്ലെ. μ0 I/2A.
ഇനി ഇവിടെ നോക്കിയേ, B2 ആയതുകൊണ്ട് μ0 ഐക്ക് പകരം I2 എന്ന് എഴുതാലോ. അതേപോലെ തന്നെ എക്ക് പകരം R2 എന്ന് എഴുതാലോ. കാരണം എന്ന് വെച്ചാൽ റേഡിയസ് അല്ലടാ. അപ്പൊ C2ന്റെ റേഡിയസ് R2 അല്ലേ. അപ്പൊ എനിക്കിതാ എന്ത് കിട്ടിയെന്നറിയോ? B2ന്റെ ഇക്വേഷൻ കിട്ടി. B2 എന്ന് വെച്ചാൽ പുറത്ത് കിടക്കുന്ന C2 എന്ന് പറയുന്ന കോയിലല്ലേ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ കിട്ടി. ഇനി എനിക്കിവിടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലല്ല വേണ്ടത്, എനിക്കിവിടെ വേണ്ട മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ. നമുക്കറിയാലോ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? BA. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നില്ല, ഞാൻ ഡോട്ട് എടുക്കുന്നില്ല. ഇപ്പൊ ഫൈ ഈക്വൽ ടു എന്താണ്? BA അല്ലേ. അപ്പോ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തത് ആരാണ്? അപ്പോൾ φ1 എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഏടാ φ1 അല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഉള്ളിലത്തെ കോയിലെ മാഗ്നറ്റിക് ഫീൽഡ് അല്ല കണ്ടുപിടിക്കുന്നത്. ഈക്വൽ ടു B2 ആണ്. അതേപോലെ തന്നെ എക്ക് വരെ A1 എന്ന് എഴുതാലോ. കാരണം നമ്മൾ ആരുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കുന്നത്? ഇതേ നോക്കൂ, നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇയാളുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഓക്കെ അല്ലേ. അയാളുടെ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് കിട്ടിയ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു അയാളുടെ, അതായത് അയാളുടെ ഏരിയയിലെ വേണ്ടത്. അയാൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയത് എവിടെ നിന്നാണ്? ഫസ്റ്റത്തെ കോയിലിൽ നിന്നാണ്, അതായത് പുറത്ത് കിടക്കുന്ന കോയിലിൽ നിന്നാണ്, അതായത് B2 ആണ്. ക്ലിയർ അല്ലേ മക്കളെ? കൺഫ്യൂഷൻ ആക്കരുത് കേട്ടോ. അപ്പോ φ1 മീൻസ് ഫസ്റ്റ് കോയിലിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈക്വൽ ടു B2. കാരണം സെക്കൻഡ് കോയിൽ, പുറത്തത്തെ കോയിലാണ് എന്ത് കൊടുത്തത്? മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തത്, ഇൻറ്റു അയാളുടെ ഏരിയ, ഫസ്റ്റ് കോയിൽ അതായത് ഉള്ളിലത്തെ കോയിലിന്റെ ഏരിയ. ഓക്കെ. ഇനി നമുക്കറിയാം φ1 ഈക്വൽ ടു B2ക്ക് പകരം μ0 I2 by 2R2, μ0 I2 by 2R2 ഇൻറ്റു A1 അല്ലേ. A1 πr² അല്ലേ. അപ്പൊ എന്താ എഴുതാം? μ0 I2 2R2 πr1². ഇപ്പൊ എനിക്ക് എന്ത് കിട്ടിയെന്ന് അറിയോ? φ1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. ഓക്കെ അല്ലേ. അപ്പോ മനസ്സിലാക്കുക, C2 എന്ന് പറയുന്ന കോയിലൂടെ കറണ്ട് പാസ് ചെയ്തു അല്ലേ. അപ്പൊ C2 ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി ആർക്ക് കൊടുത്തു? C1ന് കൊടുത്തു. ആ C1ൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയി. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയിരിക്കുന്നത് C1ലാണ്, അതാണ് φ1 എന്ന് എടുത്തത്. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത ആരാണ്? C2 ആണ്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് B2. ക്ലിയർ അല്ലേ. ഇനി ഏരിയ A1, അത് വെച്ച് നമ്മളിപ്പോ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയില്ലേ. ഇനി ഒന്നുമില്ല, ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ നേരെ കൊണ്ടുപോയി നമുക്കിതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം അല്ലേ. ഇക്വേഷൻ നമ്പർ 2നെ നേരെ കൊണ്ട് ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1 അല്ലേ. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? അവിടെ എഴുതി നിർത്തിയിട്ടുണ്ടല്ലോ നമ്മള്. M1 ഈക്വൽ ടു φ1 by I2 അല്ലേ. അപ്പോ M1 ഈക്വൽ ടു φ1 by I2 അല്ലേ. φ1ന്റെ വാല്യൂ ഇതേ ഇക്വേഷൻ 2ലുണ്ട്. അപ്പൊ എന്താ വരിക? μ0 I2 πr1² by 2R2 വീണ്ടും ഡിവൈഡ് ബൈ I2 ഉണ്ട് ഇവിടെ, ഡിവൈഡ് ബൈ I2വും ക്യാൻസൽ ആയി പോയാൽ ഉള്ളിലത്തെ കോയിൽ അതിന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M1 ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? μ0 πr1² by 2R2 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് NCERTയുടെ എക്സാമ്പിളുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പൊ NCERTയുടെ എക്സാമ്പിളുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ എടുത്ത് ചോദിച്ചത്. ഓക്കെ അല്ലേ. അപ്പോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. 2 കോയിലുണ്ട് അല്ലേ. ഉള്ളിലത്തെ കോയിൽ C1, പുറത്തെ കോയിൽ C2. C2യിലൂടെ I2 എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്തു എങ്കിൽ നമുക്കറിയാം C1ൽ ഉള്ളിലത്തെ കോയിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നടക്കൂലേ. ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ φ/I ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നടന്ന എവിടെയാണ്? 1ലാണ്, ഉള്ളിലത്തെ കോയിലാണ്. അപ്പൊ M1 ഈക്വൽ ടു φ/I അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? φ1 കാരണം മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയത് φ1ലാണ്, സോറി ആ C1ലാണല്ലോ. അപ്പൊ എന്താ പറയുക? φ1 I2. കാരണം എന്താണ്? C2 ആണ് കറണ്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ φ1 കണ്ടുപിടിച്ചു. ആ φ1 കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ. അപ്പൊ ഇതിൽ ഈ 1ഉം 2ഉം തമ്മിലാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അതുകൊണ്ട് അതൊന്ന് കറക്റ്റ് ആക്കി മനസ്സിലാക്കി പഠിക്കാം. അല്ലെ, കാണാതെ പഠിക്കരുത്. കാരണം കാണാതെ പഠിച്ചാൽ 1ഉം 2ഉം ഒക്കെ തമ്മിൽ മാറിപ്പോകും. അതുകൊണ്ട് എന്താണോ സംഭവിച്ചിരിക്കുന്നത്, C2 ആണ് കറണ്ട് ഉണ്ടാക്കി മാഗ്നറ്റിക് ഫീൽഡിനെ ആർക്ക് കൊടുത്തത്? C1ന് കൊടുത്തത്. അപ്പോഴാണ് C1ൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഫ്ലക്സ് ഒക്കെ ഉണ്ടായത്. ഓക്കെ അല്ലേ.
അപ്പൊ മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഫ്ലക്സും ആർക്കാണ്? C1-നാണ്. കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും C2-നാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ സാധനം ചോദിച്ചതാണ് എങ്കിൽ ഈ ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സബ് ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിന് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ മോഡൽ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിനൊപ്പം ചോദിച്ചിട്ടില്ല. പക്ഷെ ഇനി ചോദിക്കുമ്പോൾ വേണമെങ്കിൽ അതും കൂടി ഒരുമിച്ച് ചോദിക്കാം. NCERT-യിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ കമ്പയർ ഇവിടെ ഉണ്ട്. കമ്പയർ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അതായത് ആ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടറിനെ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. സിമ്പിൾ ആണ്. ഇതാ നോക്കിയോ, ദേ നമ്മളിവിടെ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻ. അതായത് തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം മാഗ്നറ്റിക് എനർജി അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കോട്ടെ നിങ്ങൾ വേണമെങ്കിൽ. താഴത്തായതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ വീണ്ടും എടുത്ത് കാണിക്കുന്നത്. കമ്പയർ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഇതാ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കറിയാം നമ്മൾ തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യനിൽ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ അല്ലെ, ½ Li² ആയിരുന്നു. അതിന് നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് വേറൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? U = B² AL/2μ0 എന്നൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? ഇത് മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടറിന്റെ ഇക്വേഷൻ അല്ലേ? ഇനി നമുക്ക് മാഗ്നറ്റിക് എനർജി പെർ വോളിയം കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? പെർ വോളിയം രാമന് എന്താ ചെയ്യാ? ആ ഇക്വേഷനെ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യാം. വോളിയം ആണല്ലോ ഏരിയ ഇൻറ്റു ലെങ്ത്. ക്യാൻസൽ ആയി പോയപ്പോൾ U/V മാഗ്നറ്റിക് എനർജി പെർ വോളിയം എന്തായി? P²/2μ0 എന്നായി. അപ്പൊ എനിക്ക് പറയാം മാഗ്നറ്റിക് എനർജി പെർ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു B² അല്ലേ? കാരണം 2μ0 ഒക്കെ കോൺസ്റ്റന്റ് അല്ലേ മക്കളെ? അപ്പൊ കോൺസ്റ്റന്റ് വരെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി എഴുതാലോ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? മാഗ്നറ്റിക്, ഞാൻ അവിടെ എഴുതാട്ടോ, ഇതാ നോക്കിയോ മാഗ്നറ്റിക് എനർജി പെർ വോളിയം. അപ്പോൾ മാഗ്നറ്റിക് എനർജി പെർ വോളിയം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ക്വയറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഇനി നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? കപ്പാസിറ്ററിന്റെ എനർജിയുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കണം. നമുക്കറിയാം കപ്പാസിറ്ററിന്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½CV² അല്ലേ? സെക്കൻഡ് ചാപ്റ്റർ ½CV². ഓക്കെ, ഇനി നമുക്ക് ഇവിടെയും എന്താ വേണ്ടത്? ബൈ വോളിയം അല്ലേ? നമ്മൾ അതിന്റെ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഒരു ഡെറിവേഷൻ, ചെറിയ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടായി. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്താണ് ഇക്വേഷൻ? ½ ε0E². ഇത് നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. എന്താണ്? എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. അപ്പൊ ഇത് കപ്പാസിറ്ററിന്റെ കേസിൽ ½ ε0E². ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്കറിയാം U/V ½ കോൺസ്റ്റന്റ് അല്ലേ മക്കളെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ E² അല്ലേ? അപ്പോ ഇത് മാഗ്നറ്റിക്, ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ കേസ്. ഇവിടെ രണ്ട് സ്ഥലത്ത് നമുക്ക് അറിയാൻ പറ്റും എനർജി ഡെൻസിറ്റി. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ക്വയറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്ക്വയറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, മാഗ്നറ്റിക് എനർജി ആണെങ്കിലും അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആണെങ്കിലും നമ്മൾ പെർ വോളിയം എടുത്താൽ, മറക്കരുത് എങ്ങനെ എടുക്കണം? പെർ വോളിയം എടുത്താൽ അതെപ്പോഴും അല്ലെ, ഇവിടെ B² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇവിടെ എന്താണ്? E² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്. ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ സ്ക്വയറിനോട് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് എനർജി പെർ വോളിയം എടുത്താലും ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഓഫ് എ കപ്പാസിറ്റർ പെർ വോളിയം, അതായത് എനർജി ഡെൻസിറ്റി എടുത്താലും രണ്ടും അവിടുത്തെ ഫീൽഡ് സ്ട്രെങ്ത്, ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ മറ്റേ സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, അതിന്റെ സ്ട്രെങ്ത്തിന്റെ സ്ക്വയറിനോട് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും കൂടി ഒന്ന് നോക്കുക.
കണ്ട, കമ്പയർ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ, അതായത് യു ബൈ വി. സ്ട്രെങ്ത് എടുക്കാം, നമുക്ക് ഡെൻസിറ്റി എടുക്കാം അല്ലേ. അപ്പൊ യു ബൈ വിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? b²/2μ0. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ യു ബൈ വി, അതും എനർജി ഡെൻസിറ്റി എടുക്കാം നമുക്ക്. അപ്പൊ യു ബൈ വി ഈക്വൽ ടു ½ അപ്പൊ രണ്ട് ഇക്വേഷൻ നോക്കിയാലും മനസ്സിലാവും, രണ്ടുപേരും ഇവിടെ b² ആണെങ്കിൽ ഇവിടെ e². അവിടുത്തെ ഫീൽഡ് എന്താണോ അതിന്റെ സ്ക്വയറിനോട് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഇതാണ് ഇതിന്റെ കമ്പാരിസൺ. ഓക്കെ അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടറും ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടറും ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദിയർ ഫീൽഡ് സ്ട്രെങ്ത്. ക്ലിയർ അല്ലേ മക്കളെ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും വരാൻ ചാൻസ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് ചെയ്തു പോകും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലം അത്ര നിങ്ങൾ ചെയ്ത് പരിചയമുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നെ ആയിരിക്കുള്ളൂ. ഇതാ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ഇവിടെ റിപ്പീറ്റും ചെയ്യാറ്. ഇതാ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കറന്റ് ഇൻ എ കോയിൽ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് 0.1 ഹെൻറി വേരീസ് ഫ്രം 2 ആംപിയർ ടു 5 ആംപിയർ ഇൻ എ ടൈം ഓഫ് 1 millisecond. ഫൈൻഡ് ദ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ്. അതായത് കറന്റ് ഇൻ എ കോയിൽ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് L is equal to 0.1 ഹെൻറി വേരീസ് ഫ്രം 2 ആംപിയർ ടു 5 ആംപിയർ ഇൻ എ ടൈം ഓഫ്, എത്ര ടൈം എടുത്തുകൊണ്ട്? 1 millisecond. മില്ലി വന്നാൽ മറക്കരുത് 10⁻³ വെച്ച് മൾട്ടിപ്ലൈ. അപ്പൊ 1 × 10⁻³ സെക്കൻഡ്. കണ്ടുപിടിക്കേണ്ടത് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ആണ്. ഇനി കറണ്ട് എന്താ ചെയ്യണം? 2 ആംപിയർ 5 ആംപിയർ ആയി എന്നല്ലേ? അപ്പോ മറക്കരുത് DI അവർ നമ്മൾ മൈനസ് ചെയ്താൽ മതി. 3 ആംപിയർ ആണ്. 5 ആംപിയർ - 2 ആംപിയർ. അപ്പൊ എത്ര വരിക? 3 ആംപിയർ ആണ് വരിക. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ നമുക്കറിയാം. ഇൻഡ്യൂസ് ഇഎംഎഫ് ഈക്വൽ ടു -LdI/dt എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ DI നമ്മൾ അല്ലെ ആരെയാണോ തമ്മിൽ മൈനസ് ചെയ്ത് അതനുസരിച്ച് അതിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും, സൈൻ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്കൊരു പണി ചെയ്താൽ മതി. നിങ്ങൾ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. അപ്പൊ LdI/dt വെച്ച് ചെയ്താൽ മതി. മൈനസ് എടുക്കണ്ട എന്നല്ല, ആ മൈനസ് ശരിക്കും പറയാൻ ക്യാൻസൽ ആയി പോകും. നമ്മൾ അതിലേക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട. ബെറ്റർ ഓപ്ഷൻ എന്ത് ചെയ്താൽ മതി? ഈക്വൽ ടു LdI/dt എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്താൽ മതി. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ദാ ഈ ഇൻഡ്യൂസ് ഇഎംഎഫ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എല്ലിന്റെ വാല്യൂ എത്രയാ അവിടെ? 0.1 ഇൻറ്റു DI അല്ലെ, ചേഞ്ച് ഇൻ കറണ്ട് എത്രയാണ്? ചേഞ്ച് ഇൻ കറണ്ട് 3 ആംപിയർ ഡിവൈഡഡ് ബൈ DT ടൈം അല്ലെ, ടൈം 1 millisecond അല്ലേ? അപ്പൊ 1 × 10⁻³ സെക്കൻഡ് അല്ലേ? അപ്പൊ എന്താ വരാ? 0.1 × 3 ഡിവൈഡ് ബൈ 1 × 10⁻³ അല്ലേ? 10⁻³ മേലേക്ക് പോകുമ്പോൾ 10⁻³ ആവും. ഓക്കെ അല്ലേ? അപ്പോ 0.1 × 10⁻³ എന്ന് പറയുമ്പോൾ 3000. അപ്പൊ നമുക്ക് ആ 0.1 അല്ലേ? അപ്പൊ ഡിവൈഡ് ബൈ 10 ആണ്. അപ്പൊ ക്യാൻസൽ ആയി പോയാൽ 300 വോൾട്ട് എന്ന ആൻസർ കിട്ടും. എളുപ്പമാണ്. ആ മൈനസ് ഇല്ല എന്ന് ആലോചിച്ചാൽ മതി. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ വന്നാലും മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു പാറ്റേണുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എപ്പോഴും ചോദിച്ചു കാണാറ്. നമുക്ക് അടുത്ത മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ചെയ്യാം. അപ്പൊ ഈ ഒരു പാറ്റേണുള്ള ക്വസ്റ്റ്യൻ കാണുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് കറണ്ട് അല്ലെ DIയുടെ വാല്യൂ 3 ആംപിയർ എന്നല്ലേ വന്നേക്കണത്. ഇനി അതിന് പകരം നമുക്ക് ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് 3 ആംപിയർ പെർ സെക്കൻഡ് തന്നു. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ തരാറുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് 3 ആംപിയർ പെർ സെക്കൻഡ്. അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്താ? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ആ തന്നിരിക്കുന്ന വാല്യൂ DI/dt ആയിരിക്കും. അപ്പൊ ആംപിയർ പെർ സെക്കൻഡിൽ തന്നാൽ DI/dt ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ഞാനത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ആംപിയർ പെർ സെക്കൻഡിൽ തന്നാൽ DI/dt ആയിരിക്കും. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ DI/dt കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് DI/dt കണ്ടുപിടിക്കണം. മസ്റ്റ് ബി എത്രയാണോ? EMF 16 വോൾട്ട് ആണ് അല്ലെ? സെൽഫ് ഇൻഡക്റ്റൻസ് 4 ഹെൻറി ആണ്. L = 4 ഹെൻറി ആണ്. ചെയ്ത് നോക്കാം അല്ലെ നമുക്ക്.
അപ്പോൾ നമുക്കറിയാം ഈക്വൽ ടു മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എൽ ഡി ഐ ബൈ ഡി ടി എടുക്കുള്ളൂ. വാ, ഇത് ചെയ്യുമ്പോൾ ഈക്ക് പകരം 16 ഈക്വൽ ടു അല്ലെ, ഈക്ക് പകരം 16 ഈക്വൽ ടു എല്ലിന് പകരം 4 ആണ്. ഇനി ഡി ഐ ബൈ ഡി ടി. എനിക്ക് ഡി ഐ ബൈ ഡി ടി കണ്ടുപിടിച്ചാൽ പോരെ, അപ്പൊ അവിടെ ഒന്നും ചെയ്യണ്ടല്ലോ. ആ 4 ഇപ്പുറത്തേക്ക് വന്നാൽ പോരെ, ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ മതി അല്ലേ. അപ്പൊ എന്താ വരാ, ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു 16/4. 4 കിട്ടി. കറണ്ട് അല്ലല്ല, ഡി ഐ ബൈ ഡി ടി അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് അല്ലേ. അപ്പൊ ആംബിയർ അല്ല, ആംബിയർ പെർ സെക്കൻഡ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗൈസ്. ക്ലിയർ അല്ലേ മക്കളെ? ഇതും പി വൈക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എപ്പോഴും ഈ ചാപ്റ്ററിൽ നിന്ന് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതാ ശ്രദ്ധിക്കണോട് ഈ ക്വസ്റ്റ്യൻ. എ 2 meter ലോങ് സോളിനോയിഡ് വിത്ത് ഡയാമീറ്റർ ഓഫ് 6 centimeter. അപ്പോൾ 2 meter ലോങ് ഉള്ള ഒരു സോളിനോയിഡ്, ലെങ്ത് ഉള്ള ഒരു സോളിനോയിഡ്, അതിന്റെ ഡയാമീറ്റർ 6 centimeter ആണ്. ആൻഡ് 2000 ടേൺസ്, അതിന്റെ നമ്പർ ഓഫ് ടേൺസ് 2000 ആണ്. ഹാസ് എ സെക്കൻഡറി കോയിൽ. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്ന് മനസ്സിലായി. സെക്കൻഡറി കോയിൽ ഓഫ് 500 ടേൺസ് wound closely near its midpoint. Calculate the mutual inductance. അല്ലെ, ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, കറണ്ട് ഒന്നാണ് എല്ലാ മ്യൂച്വൽ ഇൻഡക്ടൻസ് ചോദിച്ചേക്കണത്. അല്ലെങ്കിൽ നമുക്ക് എം ഡി ഐ ബൈ ഡി ടി ഒക്കെ ചെയ്യായിരുന്നു. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ലെങ്ത് ഉണ്ട്, ഡയാമീറ്റർ ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് എന്താണ് ഫസ്റ്റ് കോയിൽ N1 ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡ് കോയിൽ ഉണ്ട്, N2 ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ഡെറിവേഷൻ പഠിച്ചിട്ടുള്ളതാണല്ലോ. ആ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ഡെറിവേഷനിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, എം എസ് ഈക്വൽ ടു μ0 N1 N2 A/L. തുടക്കത്തിൽ ഞാൻ കാണിച്ചതാണ് ഡെറിവേഷന്റെ ഇക്വേഷൻ അല്ലെ. μ0 N1 N2 A/L ആ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം. നമുക്ക് അപ്പൊ തന്നിരിക്കുന്നവരൊക്കെ എടുത്ത് എഴുതാം. ലെങ്ത് 2 meter, സോ L is equal to 2 meter. ഡയാമീറ്റർ ഓഫ് 6 centimeter, ഡയാമീറ്റർ 6 centimeter അല്ലേ, സോ റേഡിയസ് 3 centimeter ആയിരിക്കും അല്ലേ. ശരിക്കും ഏരിയ വേണ്ടേ അല്ലേ. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ പൈ ആർ സ്ക്വയർ ചെയ്യണ്ടേ. എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അപ്പൊ 3.14 ഇൻറ്റു 6 3 centimeter അല്ലേ, മീറ്ററിലേക്ക് മാറ്റണ്ടേ, 12 വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ. അപ്പൊ എന്താ വരാ, 0.03 meter എന്ന് വരും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നമ്മള് എന്താണ്, ഡയാമീറ്റർ 6 centimeter നിന്ന് റേഡിയസിലേക്ക് പോയി 3 centimeter, അതിനെ മീറ്ററിലേക്ക് ആക്കിയപ്പോൾ 0.03 meter എന്ന് കിട്ടി. അപ്പൊ ഏരിയ പൈ ആർ സ്ക്വയർ. അപ്പൊ 3.14 ഇൻറ്റു 6 എത്രയാണ്, 0.03 സ്ക്വയർ. ഓക്കെ അല്ലെ. നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.82 ഇൻറ്റു 10⁻³ meter സ്ക്വയർ എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. 3.14 ഇൻറ്റു 0.03 സ്ക്വയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2.82 ഇൻറ്റു 10⁻³ meter സ്ക്വയർ കിട്ടും. അപ്പൊ ഏരിയയും കിട്ടി. നമുക്ക് ഇക്വേഷനിലൊക്കെ അപ്ലൈ ചെയ്യാലോ. അപ്പൊ എം ഇസ് ഈക്വൽ ടു μ0 അല്ലേ മക്കളെ, 4π ഇൻറ്റു എന്താണ് μ0 ഇക്വേഷൻ, 4π ഇൻറ്റു ഇക്വേഷൻ അല്ല വാല്യൂ, 4π ഇൻറ്റു 10⁻⁷ ഇൻറ്റു N1 2000 ടേൺ, N2 500 ടേൺ അല്ലെ. ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് 2.82 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ലെങ്ത് അല്ലേ, ലെങ്ത് 2 meter. ക്ലിയർ അല്ലേ? അപ്പൊ 2000ഉം 2ഉം കട്ട് ചെയ്താൽ അവിടെ 1000 വരും. അങ്ങനെ നമ്മൾ ഇതിനെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുകയാണെങ്കിൽ 1.77 ഇൻറ്റു 10⁻³ ഹെൻറി എന്ന് ആൻസർ കിട്ടും. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ മ്യൂച്വൽ ഇൻഡക്ടൻസ്. ഇതേപോലെ സെൽഫ് ഇൻഡക്ടൻസ് ചോദിച്ചാലോ, μ0 N1 N2 വരെ രണ്ടുപേരും സെയിം അല്ലേ, ഒരാൾ തന്നെ അല്ലേ. അപ്പൊ N1 N2 വരെ N² A/L അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. സെൽഫ് ഇൻഡക്ടൻസ് ആണെങ്കിൽ μ0 N² A/L, മ്യൂച്വൽ ഇൻഡക്ടൻസ് രണ്ടുപേരുള്ളതുകൊണ്ട് N1 N2 A/L. അപ്പോൾ സെൽഫ് ഇൻഡക്ടൻസ് ആണെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ മതി. യൂണിറ്റ് മറക്കരുത്, എന്താണ്, ഹെൻറി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതേ ആൻസർ കിട്ടും. ചെറിയ പോയിന്റ് വേരിയേഷൻ ഒന്നും കുഴപ്പമില്ല. ഇങ്ങനെ ഈ രീതിയിൽ വേണം എന്ത് വരാനായിട്ട്, ആൻസർ വരാൻ വേണ്ടി. അപ്പൊ ഓക്കെ, കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഇതും ഇതേ പാറ്റേണിൽ പ്രീവിയസ് ഇയറിൽ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ദാ എ ജെറ്റ് പ്ലെയിൻ ഈസ് ട്രാവലിംഗ് ടുവേർഡ്സ് വെസ്റ്റ് അറ്റ് എ സ്പീഡ് ഓഫ് 1800 km/h. ഒരു ജെറ്റ് പ്ലെയിൻ 1800 km/h ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. What is the voltage difference developed between end of the wing having a span of 25 meter? അല്ലെ, ജെറ്റിന് രണ്ട് വിങ് ഉണ്ടാവില്ലേ, ചിറകുകൾ ഉണ്ടാവും അല്ലെ, ആ രണ്ട് ചിറകുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 25 മീറ്റർ ആണ്. The Earth's magnetic field at the location have a magnitude of 2.9 × 10⁻⁴. അല്ലെ, ഇത് എന്താണ് സാറേ ചോദിക്കുന്നത്? മോസ്റ്റ്ലി എം എഫ് പഠിച്ചിട്ടില്ലേ? മോസ്റ്റ്ലി എം എഫിൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു കണ്ടക്ടർ അല്ലെ, കണ്ടക്ടർ ആണ് അതിലൂടെ മൂവ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാവുന്ന ഇ എം എഫ് ആണ് മോസ്റ്റ്ലി എം എഫ്. അപ്പൊ ഇതൊരു കണ്ടക്ടർ ആണ്. ജെറ്റ് പ്ലെയിന്റെ ബോഡി അല്ലേ, നമുക്ക് അതിനൊരു കണ്ടക്ടർ ആക്കി എടുക്കാം. കാരണം അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറ്റണമല്ലോ, കാരണം അതൊരു മെറ്റൽ ബോഡി ആ രീതിയിലെല്ലാം എടുക്കാം. ഇനി അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ? നമ്മൾ അത് ഏരിയ കൂടെ അല്ലേ പറക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാ ഉണ്ട്, മറക്കരുത്. എർത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ അല്ലേ ഈ എയറോപ്ലെയിനും ജെറ്റ് പ്ലെയിനൊക്കെ മൂവ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതൊരു കണ്ടക്ടർ ആണല്ലേ, അല്ലെ, കണ്ടക്ടർ ആയിട്ടല്ലേ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യാണ്. അപ്പൊ അവിടെ ആരുണ്ടാവും? മോഷണലി എം എഫ് ഉണ്ടാവും. ഓക്കെ, മോഷണലി എം എഫിന്റെ ഇക്വേഷൻ എന്താണ്? BLV. ഓക്കെ അല്ലെ, എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ബിയുടെ വാല്യൂ 2.9 × 10⁻⁴ ടെസ്ല. ഇനി L ലെങ്ത് അല്ലെ, ഒരു വിങ്ങിൽ നിന്ന് അടുത്ത വിങ്ങിലേക്കുള്ള വിങ് സ്പാൻ അല്ലെ, അതിന്റെ ലെങ്ത് 25 മീറ്റർ. വി പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് അല്ലെ 1800 km/h. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണ്ടേ? 1800 × 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇതാ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 18 1 ടൈംസ്, അപ്പൊ 100 × 5 എന്ന് വെച്ചാൽ 500 മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ലേ? നമുക്ക് ഇത് വെച്ച് ഇക്വേഷൻ എഴുതാലോ അല്ലേ? E = BLV. E = B എത്രയാണ്? 2.9 × 10⁻⁴ L 25 × V 500. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 2.9 × 10⁻⁴ മൈനസ് ഒന്നുമില്ല കേട്ടോ, ഇവിടെ ഒരു എറർ പറ്റിയതാണ്. × 25 × 500 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3.625 സംതിങ് ആൻസർ കിട്ടും. അതായത് നമുക്ക് 3.6 എന്ന് എഴുതാം. അപ്പോൾ എത്ര കിട്ടി അവിടുത്തെ ഇൻഡ്യൂസ് ഇ എം എഫ്? 3.6 വോൾട്ട് എന്ന് കിട്ടി. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വാല്യൂ 1800 km/h പകരം ബാക്കി വാല്യൂ ഒന്നും മാറ്റാതെ 700 km/h എന്ന് പറഞ്ഞ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ല മക്കളെ? നമുക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിന്റെ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അതാണ് നമ്മൾ മറ്റേ ആ 2 കോൺസെൻട്രിക് സർക്കിളിലെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതേപോലെ തന്നെ U = ½ പകരം B² ആ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്തില്ലേ. ഇതൊക്കെ NCERT ബുക്കിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്ത് നോക്കാം. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിലെ മെജോറിറ്റി എല്ലാ ഭാഗവും അത്യാവശ്യം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടെ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഈ സാധനം നോക്കുക. ആ ഡെറിവേഷൻസും കാര്യങ്ങളും എക്സ്പ്ലനേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ മാർക്ക് കുറവാണെങ്കിൽ പോലും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മാർക്കുകളൊന്നും നമുക്ക് മിസ് ചെയ്യൂല. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? അതുകൊണ്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ.